ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പ. ഹൈന്ദവം ഭാരതീയം എന്ന ഈ പ്രഭാഷണ പരമ്പര ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ വിവിധ വിഷയങ്ങൾ ഈ ഒരു വേദിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയെക്കുറിച്ചും ശബരിമലയിലുള്ള വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പൊതുവെ ഹിന്ദുക്കളുടെ ക്ഷേത്രവിശ്വാസത്തെയൊക്കെ സംബന്ധിച്ചുള്ള വിവിധങ്ങളായ വിഷയങ്ങളൊക്കെ സ്പർശിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രഭാഷണ പരമ്പര നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ശബരിമലയെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ അത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞാനതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അത് ശബരിമലയുടെ മാത്രം പ്രശ്നമല്ല, പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ സനാതനധർമ്മത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ് അതിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ വിഷയമാണിത്. ഇന്നിപ്പോൾ ശബരിമലയിലെ യുവതീ പ്രവേശത്തിൻ്റെ കേസിൻ്റെ പുരോഗതിയെക്കുറിച്ചിട്ടാണ് വിഷയം. അപ്പോൾ അത് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടത്തിയ ഒരാളെന്ന നിലയിൽ അതിൻ്റെ തുടക്കം മുതലുള്ള ചില കാര്യങ്ങളും എങ്ങനെയാണ് ഈ കേസിലെ കാര്യങ്ങൾ എത്തിയതെന്നും കേസിൽ ആദ്യമുണ്ടായ പരാജയം, പിന്നീട് നമ്മൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടെടുത്ത കൃത്യമായ ചില നടപടികൾ, അതെല്ലാം കൂടെ പറഞ്ഞു വരുമ്പോൾ മാത്രമേ ഈ വിഷയത്തിലൊരു പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് സ്പർശിച്ചായിരിക്കും ഈ പ്രഭാഷണത്തിൽ മുന്നോട്ട് പോവുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്, 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ചില കക്ഷികൾ കൊടുത്ത കേസിൻ്റെ വിധി പ്രസ്താവിച്ചപ്പോൾ അത് നെഞ്ചു പിളരുന്ന ഒരു തരത്തിലായിരുന്നു ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് വേണ്ട തരത്തിൽ അതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാവരും മനസ്സിലാക്കിയോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഈ യുവതീ പ്രവേശത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധി എന്നതിൻ്റെ മറ്റ് ചില പ്രധാന ഘടകങ്ങൾ, അത് യുവതീ പ്രവേശത്തെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്ഷേത്രങ്ങളെയും സമസ്ത വിശ്വാസ പ്രമാണങ്ങളെയും സനാതനധർമ്മത്തെ തന്നെയും ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു എന്നുള്ളതിൻ്റെ ചില വിഷയങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട വിഷയം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ കാലാകാലങ്ങളായി നിലനിന്നു പോരുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക പ്രായത്തിലുള്ള യുവതികളെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് തികച്ചും തെറ്റാണെന്നും ഭാരതത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന ലിംഗസമത്വം എന്ന പ്രധാനപ്പെട്ട ഒരു പരിഗണന ഈ ക്ഷേത്രത്തിൽ നൽകിയാൽ ഇത്തരം ഒരു നിലപാടിന് അനുകൂലമായി നിൽക്കാൻ പറ്റില്ലെന്നും, അതുകൊണ്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടുകളും ഒരു വ്യവസ്ഥകളും ഭാരതത്തിനുള്ളിൽ ഒരു സ്ഥലത്തും പാടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ യുവതീ പ്രവേശം അനുവദിച്ചുകൊണ്ടുള്ള ഈ വിധിയിൽ. പക്ഷെ അതിനോടൊപ്പം മറ്റ് ചില ഘടകങ്ങളും കൂടാണ് നമ്മൾ അറിയേണ്ടത്. അത് യുവതീ പ്രവേശത്തിൻ്റെ വിഷയം മാത്രമായിരുന്നില്ല വിധിയിലുണ്ടായിരുന്നത്. അപ്പോൾ മറ്റെന്തെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളാണെന്ന് അറിയുമ്പോൾ വളരെ ഗൗരവമുള്ള വിഷയങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ
ഈ ദേവീ ദേവന്മാരുടെ കാലാകാലങ്ങളായിട്ട് നിലനിന്ന ചില അവകാശങ്ങളുണ്ട്. അത് ശബരിമലയായാലും ശരി, ഏതൊരു ക്ഷേത്രത്തിനായാലും ശരി, അവിടെ കുടികൊള്ളുന്ന ദേവനും ദേവിക്കും ആ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ അധികാരം, പൂർണ്ണ അവകാശിയായിരുന്നു എന്ന് മാത്രമല്ല, ആ ക്ഷേത്രത്തിനുണ്ടായിരുന്ന മറ്റ് സ്വത്തുവകളുടെ എല്ലാം പൂർണ്ണമായ ഒരു അവകാശി എന്നുള്ള നിലയിൽ ഒരു നിയമപരമായ വ്യക്തി, ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് അംഗീകരിക്കപ്പെട്ടിരുന്നു. അത് സുപ്രീം കോടതിയുടെ തന്നെ മുൻപ് നടന്ന പല കേസുകളിൻ്റെയും അന്തിമ വിധിയിലൊക്കെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിലും സുപ്രീം കോടതികളിലും പല കോടതികളിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഒക്കെ സംഭവിച്ച കാര്യമാണ്. അപ്പം അതുകൊണ്ട് തികച്ചും വർഷാവർഷങ്ങളായി, കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ഒരു അവകാശം, ദേവീദേവന്മാരുടെ അവകാശം, അത് 1950 ഭരണഘടന വന്നതിന് ശേഷം പോലും പല സമയത്തും ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും അവിടെയെല്ലാം ഈ അവകാശം അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തതെങ്കിൽ ഈ 2018 സെപ്റ്റംബർ 28 യുവതി പ്രവേശനം സംബന്ധിച്ച വിധിയിൽ ആ അവകാശം ഇല്ലാതാക്കി. ദേവീദേവന്മാർക്കുള്ള യാതൊരു അവകാശവും ഇല്ല എന്നുള്ള തരത്തിലായിരുന്നു ആ വിധി. രണ്ടാമത്, കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ പ്രതിഷ്ഠ നടത്തുന്ന തന്ത്രി ആ ദേവന്റെയോ അല്ലെങ്കിൽ ദേവിയുടെയോ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം താന്ത്രിക വിദ്യ പ്രകാരം പ്രാണപ്രതിഷ്ഠയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ നടത്താറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം നിലനിന്നിരുന്നുവെന്നും അതും ഞാൻ ഈ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് പല വിധിന്യായങ്ങളിലുമൊക്കെ അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു വിധിയിൽ, ഈ യുവതി പ്രവേശനത്തിൻ്റെ വിധിയിൽ അതും ഇല്ലാതായി. അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് ദേവനെ അനാഥമാക്കുന്ന ഒരു വിധിയായിരുന്നു അത്. അത്തരത്തിൽ നോക്കുമ്പോൾ, ഒന്നാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവകാശങ്ങൾ എടുത്തു കളയുന്നു. രണ്ടാമത് അദ്ദേഹത്തെ അനാഥമാക്കുന്നു, ആ തന്ത്രിയുമായിട്ടുള്ള ബന്ധം മുറിക്കപ്പെടുന്നു. അത് ഇത്രയും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം കോടതിയുടെ അധികാര പരിധികളിൽ ചില ലംഘനങ്ങളുണ്ടാവും. അതായത് ഇതിനു മുൻപ് നിലനിന്നിരുന്ന ക്ഷേത്രത്തിൻ്റെ നിയമപരമായ ഘടന എന്താണെന്ന് വെച്ചാൽ, ആ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾക്കും ക്ഷേത്രം ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുവകൾക്കും എല്ലാം പൂർണ്ണമായ അവകാശി ദേവന അല്ലെങ്കിൽ ദേവിയാണ് ഉള്ള ഒരു മുൻപ് തന്നെയുള്ള വിധികൾ നിലനിന്നതുകൊണ്ട് അതിലൊരു മാറ്റം വരാതെ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ഈ കോടതിയുടെ വിധിയിൽ വരാൻ സാധ്യമല്ല, യുവതി പ്രവേശം ഉൾപ്പെടെ. കാരണം നമ്മുടെയൊക്കെ സ്വതന്ത്രമായിട്ട് നമ്മുടെയൊക്കെ സ്വത്തുക്കൾ, നമുക്കൊക്കെ സ്വകാര്യ സ്വത്തുക്കളുണ്ട്. എല്ലാ വ്യക്തികൾക്കും സ്വകാര്യ സ്വത്തുക്കൾ ഉണ്ടാവും. നമ്മുടെ സ്വകാര്യ സ്വത്തിൽ ആര് പ്രവേശിക്കണം, എപ്പോൾ പ്രവേശിക്കണം, എങ്ങനെ പ്രവേശിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അതാത് വ്യക്തികൾക്ക് ഭരണഘടന അനുവദിക്കുന്നുണ്ട് എങ്കിൽ അതേപോലെ തന്നെയായിരുന്നു ദേവീദേവന്മാർക്കും അവരുടെ വാസസ്ഥലമായ അവർ കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, അന്യമതസ്ഥരുടെ ദേവാലയങ്ങൾ പോലല്ല നമ്മുടേത്. നമ്മുടേത് ശരിക്കും ദേവനും ദേവിയും കുടികൊള്ളുന്ന ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. അവിടെ വാസസ്ഥലമാണ് ക്ഷേത്രം. അവര് മറ്റ് മതസ്ഥരുടെ ഒക്കെ പ്രാർത്ഥനാലയങ്ങൾ മാത്രമാണ്. അവിടെ ഈശ്വരൻ്റെ ഒരു സ്വരൂപം ഇല്ല. അവിടെ അങ്ങനെ ഒരു വിശ്വാസവും അവർക്കില്ല. അവിടെ പ്രാർത്ഥിക്കുന്നു, ഒന്നിച്ചു വന്ന് പ്രാർത്ഥിക്കുന്നു എന്നതിനപ്പുറം അവിടെ ഒന്നുമില്ല. പക്ഷേ ക്ഷേത്രങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിയമങ്ങളിലും അതിന് വേണ്ട പരിഗണന നൽകിയിരുന്നത്. അപ്പോൾ ആ പരിഗണന നിലനിൽക്കുമ്പോൾ ഈ യുവതി പ്രവേശം എങ്ങനെ ആകണം, അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം ഈ ദേവനിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വത്തുക്കളുടെ അവകാശം ദേവനാണെന്ന് ഉള്ളതുകൊണ്ട് ദേവനും തന്ത്രിയുമായിട്ടുള്ള ബന്ധം അത് അവർ തമ്മിൽ തീരുമാനിക്കേണ്ടതാണ് സ്വകാര്യ വ്യക്തികൾ എന്നുള്ള നിലയിൽ ഉള്ളതുകൊണ്ടും ഇതിനെല്ലാം കോടതിക്ക് കടന്നു കയറി മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ചെയ്യേണ്ടിയിരുന്നു. അതാണ് ഈ ക്ഷേത്രങ്ങൾ ദേവന്റെയോ ദേവിയുടെയോ സ്വകാര്യ സ്വത്തല്ല എന്നാക്കുക. അതായത് ക്ഷേത്രങ്ങൾ പബ്ലിക് പ്ലേസ് ആക്കി മാറ്റി പൊതുസ്ഥലമാക്കിക്കൊണ്ടാണ് ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആദ്യമേ ഈ ക്ഷേത്രങ്ങൾ പൊതുസ്ഥലമാക്കിയതിന് ശേഷമാണ് ഈ പറഞ്ഞ ദേവന്റെയും ദേവിയുടെയും അധികാരങ്ങളിലേക്ക് ഈ കോടതി കടന്നു കയറുന്നത്. അത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഈ വിധിന്യായം അനുസരിച്ച് ശബരിമല ക്ഷേത്രത്തിന്റെ
അവകാശം അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അവകാശം മാത്രമല്ല ഇല്ലാതായത്, അതല്ലെങ്കിൽ ശബരിമലയിലെ ബന്ധപ്പെട്ട സ്വത്തുക്കൾ മേൽ അയ്യപ്പനുള്ള അവകാശം മാത്രമല്ല ഇല്ലാതായത്, അല്ലെങ്കിൽ ശബരിമല തന്ത്രിയും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല അറ്റുപോയത്, അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിലേക്ക് ആര് പ്രവേശിക്കണം എന്നുള്ള മാത്രം തീരുമാനമല്ല. ഈ വിധിയിൽ ഇതെല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് കാണണം. അതായത് ഇത്തരം വിഷയങ്ങൾ, ക്ഷേത്ര സ്വത്തുക്കളുടെ അവകാശം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ തന്ത്രിയുമായിട്ടുള്ള ബന്ധം ഇല്ലാതാകുകയും ക്ഷേത്രം ഒരു പൊതുസ്ഥലമായി മാറുകയും എല്ലാം ചെയ്യുന്നതിനുള്ള ഒരു മാർഗരേഖയാണ് ഈ വിധിയിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും കാരണവശാൽ ഈ വിധി നടപ്പാക്കി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് സംഭവിക്കുക. ശബരിമല മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിച്ചേനെ. എല്ലാ ക്ഷേത്രങ്ങളും പൊതുസ്വത്തായിട്ട് പൊതുസ്ഥലമായിട്ട് മാറും. അപ്പോൾ എന്താ സംഭവിക്കുക? പൊതുസ്ഥലം എന്നുള്ളത് നമുക്കറിയാം പുറമ്പോക്ക് ഭൂമി പോലെയാണ്. അവിടെ സർക്കാരിന് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധ്യമുള്ളൂ. അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണമെങ്കിൽ അത് സർക്കാർ രൂപീകരിക്കും. പൊതുസമൂഹത്തിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്നുമായിരിക്കും ആളുകളെ തിരഞ്ഞെടുക്കുക. അങ്ങനെ വന്നാൽ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ അവകാശം ക്ഷേത്രവിശ്വാസികൾക്കും ഹിന്ദുക്കൾക്കും നഷ്ടപ്പെടും. അത് അവിശ്വാസികളായിട്ടുള്ളവരുടെ കയ്യിൽ എത്തിപ്പെടാം, അന്യമതസ്ഥരുടെ കയ്യിലും എത്തിപ്പെടാം. കാരണം ഇത് പൊതുസ്ഥലമാണ്. പൊതുസ്ഥലത്ത് നമ്മൾ റോഡ് പോലെയാണ്. അവിടെ ഒരു സ്വകാര്യ വ്യക്തിക്കും അവകാശമില്ല. അത്തരത്തിൽ വളരെ നീചമായ ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ യുവതി പ്രവേശനത്തിന്റെ വിഷയം വന്നപ്പോൾ കൂടുതലും വികാരപരമായിട്ട് ആളുകൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് പലപ്പോഴും ആ ഒരു വിഷയം തന്നെ അതിഗൗരവമുള്ളൊരു വിഷയം എന്നുള്ള നിലയിൽ മറ്റ് വിഷയങ്ങളെക്കുറിച്ച് വേണ്ട തരത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. നമ്മളത് ആദ്യം മുതൽ തന്നെ ഈ വിഷയങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചില്ല. പക്ഷെ നമ്മളെപ്പോഴും ഈ കേസിനൊക്കെ പോകുമ്പോൾ അതുപോലെ പ്രക്ഷോഭ സമയത്തായാലും കേസിന്റെ വിഷയത്തിലായാലും ശരി, ശബരിമല കർമ്മസമിതി കൃത്യമായിട്ട് എടുത്തൊരു തീരുമാനം, ഇത്തരം വിഷയങ്ങൾ കേരളത്തിലെന്നല്ല ഭാരതത്തിൽ ഒരിടത്തും നിലനിൽക്കാൻ പാടില്ല. കാരണം ഹൈന്ദവ സമാജത്തിന്റെ ഐക്യത്തിനു വേണ്ടി അല്ലെങ്കിൽ അവരെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു പ്രധാന ഘടകം ക്ഷേത്രമാണ്. ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടാണ് എല്ലാ ഹിന്ദുക്കളും ഒന്നിക്കുന്നത്. ഹിന്ദുക്കളുടെ ഇടയിലുള്ള മറ്റ് പല പ്രശ്നങ്ങളും നമുക്കറിയാം. അതായത് ജാതീയത ഉണ്ടാവും, അല്ലെങ്കിൽ ഭാഷാപരമായ ഭിന്നത ഉണ്ടാകാം, പല 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 പ്രശ്നങ്ങളുണ്ട്. പലതരത്തിൽ വിഭജിക്കപ്പെട്ട ഒരു ഘടനയായിരുന്നു ഹിന്ദുക്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ അതിനെയൊക്കെ വീണ്ടും തിരിച്ച് സംയോജിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രബിന്ദുവായിരുന്നു ക്ഷേത്രം. അതുകൊണ്ട് ക്ഷേത്രത്തിന് ഇത്തരത്തിൽ അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അതല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോക്കിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിഷയങ്ങൾ വന്നാൽ അവിടെ ക്ഷേത്രങ്ങൾ മാത്രമല്ല, അതുവഴി സനാതന ധർമ്മം തന്നെ ഇല്ലാതാകും, ഭാരത സംസ്കാരം തന്നെ ഇല്ലാതാകും, ഭാരതം തന്നെ ഇല്ലാതാകും എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ഞാൻ അതിലേക്ക് വരും. അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നീങ്ങിയത് നമ്മൾ അറിയണം. ഇത് യാദൃശ്ചികമായിട്ടോ അല്ല ആകസ്മികമായിട്ടോ ഉണ്ടായ ഒരു സംഭവമല്ല. ഇതിൻ്റെ പിന്നിൽ കൃത്യമായി ചില ഗൂഢാലകളുണ്ട്. അതൊക്കെ വെളിച്ചത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ കേസ് നമുക്ക് ജയിക്കാനൊക്കെ സാധിച്ചത്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വിധിയിലുണ്ടായിരുന്നു. അതായത് 1965 കേരള നിയമസഭ ഏകകണ്ഠേന പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. കേരള ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് റൂൾസ് ആക്ടാണ്. അത് പിന്നെ റൂളായി, റൂൾ 1965. അതിൽ സെക്ഷൻ 3B എന്നൊരു സെക്ഷൻ ഈ വിധിയിൽ ഇല്ലാതാക്കി. ആ സെക്ഷനിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു വെച്ചാൽ, ചില പ്രത്യേക സമയത്ത്, അത് ശബരിമലയെ മാത്രമല്ല, അത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും, അതൊരു ദേവസ്വം ബോർഡിന്റെ കീഴിലല്ല, അസംബ്ലി പാസ്സാക്കിയ ഒരു നിയമമാണ്. ആ നിയമത്തിലെ 1965 ഈ നിയമത്തിന്റെ സെക്ഷൻ ബിയിൽ പറയുന്നത്, ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കില്ല എന്നുള്ളതാണ്. അതെന്താണെന്ന് നമുക്കെല്ലാം അറിയാം. സ്ത്രീകളെ സംബന്ധിച്ചോളം കാലാകാലങ്ങളായി നിലനിന്നിരുന്ന നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് അവർ മാസമുറ സമയത്ത്, അതല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, അങ്ങനെയുള്ള പുല അടിയന്തര കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ മാറി നിൽക്കുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത്തരം കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതിന് നമുക്കറിയാം, അത് വളരെയധികം വളരെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്നൊരു കാര്യമാണ്. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അത് ഈ നിയമം മാറിയോ മാറിയില്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല നമ്മുടെ അമ്മമാരൊന്നും ക്ഷേത്രങ്ങളിൽ പോകുന്നത്. അവർ കൃത്യമായിട്ടും ഇതൊക്കെ പാലിച്ചുകൊണ്ടാണ്. എപ്പോൾ പോകണം, എപ്പോൾ പോകണ്ട എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഭക്തയായ അമ്മയ്ക്ക് അല്ലെങ്കിൽ സഹോദരിക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനറിയാം എന്നുള്ളത് കൊണ്ട്
അവരത്തരത്തിൽ മാത്രമേ പോകാറുള്ളൂ. പക്ഷേ ഈ നിയമം നിലനിന്നിരുന്ന് എടുത്തു കളയുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോഴാണ് അധാർമികർ അതിനകത്ത് കയറാൻ ശ്രമിക്കും. അക്രമികളും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തെയും ക്ഷേത്രവിശ്വാസത്തെയും ഒക്കെ തകർക്കാനായിട്ട് ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുന്ന ചില വൈദേശ ശക്തികളുടെ പിന്തുണയ്ക്കുന്നവർ ഇതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടും. അത് സംഭവിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം സംഭവിച്ചു. ഞാൻ ഈ പറഞ്ഞ സെക്ഷൻ 3B എടുത്തു കളഞ്ഞതോടുകൂടി പല ക്ഷേത്രങ്ങളും, വൈക്കം ക്ഷേത്രത്തിന്റെ കാര്യമൊക്കെ പത്രത്തിൽ വളരെ വാർത്താ പ്രാധാന്യത്തോടെ വന്ന വിഷയമാണ്. ചില പെൺകുട്ടികളോടെ പ്രവേശിക്കാൻ ശ്രമിച്ചതും ഞാൻ മാസമുറ സമയത്താണ് ഞാൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു, എന്നെ നിയമം അനുവദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ കയറാൻ ശ്രമിക്കുകയും ഭക്തജനങ്ങൾ തടയുകയൊക്കെ ചെയ്ത പല പല വിഷയങ്ങൾ പല ക്ഷേത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന ഈ ഒരു നിയമവും എടുത്തു കളഞ്ഞു. അതായത് ക്ഷേത്രവിശ്വാസത്തിന്റെ അടിവേരളത്തു എന്ന് നമുക്ക് പറയാം. കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ഹിന്ദുവിന്റെ വിശ്വാസ പ്രമാണങ്ങളെ തൂത്തെറിയപ്പെട്ടു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് നിലനിന്ന് വന്നാൽ നമുക്ക് കാണുന്ന ഒരു അപകടം, വീണ്ടും ഇനിയും വരാൻ പോകുന്ന കാലങ്ങളിൽ ബാക്കി നിൽക്കുന്നതായിട്ടുള്ള ആചാരങ്ങൾ പോലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഇത്തരം വിഷയങ്ങൾ പോലും കോടതി ഇല്ലാക്കിയതുകൊണ്ട് ഏത് കാര്യത്തിലും, കാരണം ഇതിൽ പരം ഇനി സംഭവിക്കാനൊന്നുമില്ല. അതായത് ഞാൻ പറഞ്ഞത്, ക്ഷേത്രത്തിന്റെ അവകാശി ദേവനല്ല, അത് പൊതുസ്ഥലമാണ്, അത് ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ ദേവാലയത്തിന്റെ മാനേജ്മെന്റ് നടത്തുന്നവർക്കോ അല്ലെങ്കിൽ തന്ത്രിക്കോ ആർക്കും അതിൽ അവകാശമില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ എന്തായിരുന്നു സംഭവിക്കേണ്ടത്? അപ്പോൾ ഇതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മളെപ്പോഴും വീണ്ടും വീണ്ടും യുവതി പ്രവേശ വിഷയം എന്ന് പറയുമ്പം അതല്ല സത്യത്തിന് സനാതനധർമ്മത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു വിധിന്യായത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് എന്ന് തന്നെ വേണം അടിവരയിട്ട് ഞാനത് പറയുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട വിഷയം. അതുകൊണ്ട് യുവതി പ്രവേശം മാത്രമല്ല, അതിലൊരു വിഷയം മാത്രമാണ് അതിൽ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അത് ശബരിമല ക്ഷേത്രത്തെ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളെയും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയും അതുവഴി ഹൈന്ദവ സമാജത്തെയും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേനെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ശക്തമായ രീതിയിൽ നമ്മളത് ചെറുത്തു തോൽപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ.